തൃശൂർ അതിരപ്പള്ളിയിലെ വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിന് കുങ്കിയാനകളെ കാലടി പ്ലാന്റേഷനിൽ പാർപ്പിച്ചിരിക്കുന്നതിനാലാണ് തീരുമാനം. സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ ദൗത്യം അതിന്റെ പുരോഗതി എങ്ങനെ? സൂരജ്, ടി കെ, ഈ ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ, അതായത് ഈ ആനയെ പിടികൂടുന്നതിന് വേണ്ടി കുങ്കിയാനകളെ അടക്കം എത്തിച്ചിരുന്നു. ഈ 3 കുങ്കിയാനകളെ പാർപ്പിച്ചിരിക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെറ്റിലപ്പാറയിലെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാക്ടറിക്ക് സമീപം അംഗനവാടിയുടെ വളപ്പിലാണ്. പക്ഷേ അവിടെ ഇന്നലെ എല്ലാം തന്നെ ഈ കുങ്കിയാനകളെ 3 കുങ്കിയാനകളെയും കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് അവിടെ എല്ലാം തടിച്ചുകൂടിയത്. ഇതോടുകൂടിയാണ് ഈ റോഡ് പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഇതുവഴി, അതായത് ഇത് നേരെ ചെല്ലുക കാലടിയിലേക്കും മലയാറ്റൂരിലേക്കുമാണ്. ഈ റോഡ് പൂർണ്ണമായും അടച്ചു. ഇതിലെ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവർക്കും മാത്രമാണ് പ്രവേശനം ഉണ്ടാവുക. വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരെ ഇതുവഴി കടത്തിവിടില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോടനാട് അഭയാരണ്യത്തിൽ ഈ ആനയ്ക്ക് കൂട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഉച്ചയോടുകൂടി കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്രിയ അവിടെ എത്തി ഈ കൂടിൻ്റെ ബലപരിശോധന അടക്കം നടത്തിയ ശേഷമായിരിക്കും ഈ ദൗത്യം എങ്ങനെ കൊണ്ടുപോകണം എന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക. നാളെ ആയിരിക്കും ഈ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി വരുന്നു. ആന നിലവിൽ ഈ പ്ലാന്റേഷൻ മേഖലയിൽ തന്നെയാണുള്ളത്. വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലേക്ക് ആന ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആന ഈ പ്ലാന്റേഷനിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടി കെ.